ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതിൻ്റെ കീഴിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, സ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, the word communication has been derived from the Latin word communis, which means common understanding. കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇംഗ്ലീഷ് വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? കോമൺ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ മറ്റുള്ളവരായിട്ട് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ട്, ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് കമ്മ്യൂണിസ് എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, communication is simply the act of transferring information from one person or group to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്കോ നമ്മൾ മെസ്സേജസ്, ഇൻഫർമേഷൻ, നോളജ് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ, ആ ഒരു ആക്ടിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ is always made with some purpose. This purpose of communication is encoded in the message and transmitted to its destination where it is decoded and response made. എല്ലാ കമ്മ്യൂണിക്കേഷനും ഓരോ പേർപ്പസുകൾ ഉണ്ട്, ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു പേർപ്പസ് അത് നമ്മൾ എൻകോഡ് ചെയ്യുകയാണ്. എന്താണ് എൻകോഡിങ്ങിൻ്റെ അർത്ഥം? പുട്ടിംഗ് ഇൻ ടു എ കോഡ് ഓർ എക്സ്പ്രസ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഫോം യൂസിങ് ലാംഗ്വേജ്, സയൻസ്, സിംബൽസ്, കോഡ്സ്. ഒരു മെസ്സേജ് നമ്മൾ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പല സിംബൽസ്, സയൻസ്, കോഡ്സ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. അതിനുശേഷം വി ആർ ട്രാൻസ്മിറ്റിംഗ് ദാറ്റ് മെസ്സേജ് ടു ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. റിസീവറിലേക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. വെയർ ഇറ്റ് ഈസ് ഡീകോഡഡ് ആൻഡ് റെസ്പോൺസ് മെയ്ഡ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിസീവർ നമ്മൾ അയച്ച ആ ഒരു മെസ്സേജ് ഡീകോഡ് ചെയ്യുകയാണ്. എന്താണ് ഇവിടെ ഡീകോഡിംഗ് എന്ന് പറയുന്നത്? കൺവേർട്ടിംഗ് കോഡഡ് മെസ്സേജ് ഇൻ ടു ഇന്റലിജിബിൾ ലാംഗ്വേജ്. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ആ ഒരു എൻകോഡഡ് മെസ്സേജ് ഡീകോഡ് ചെയ്യുകയാണ്, ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമ്മൾ തിരിച്ച് സെന്ററിന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണന്റ്, communicator or sender. The sender is an individual, group or organization who initiates the communication. ആരാണോ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതൊരു പേഴ്സൺ ആകാം, ഗ്രൂപ്പ് ആകാം, ഓർഗനൈസേഷൻ ആകാം, ആരും തന്നെ ആകാം. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നവരെ നമുക്ക് സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് വിളിക്കാം. ദിസ് സോഴ്സ് ഇസ് ഇനിഷ്യലി റെസ്പോൺസിബിൾ ഫോർ ദ സക്സസ് ഓഫ് ദ മെസ്സേജ്. സെൻഡറിന്റെ ആ ഒരു ഇനീഷ്യൽ കോൺവെർസേഷൻ അത് ആ മെസ്സേജിന്റെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Okay, the sender's experience, attitudes, knowledge, skills, perceptions and culture influence the message. Sender അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്ററിന്റെ എക്സ്പീരിയൻസുകൾ, ആറ്റിറ്റ്യൂഡുകൾ, അയാളുടെ നോളജ്, സ്കിൽ, കാഴ്ചപ്പാടുകൾ, അതാണ് പെർസെപ്ഷൻസ്, ആൻഡ് കൾച്ചർ, ഇതെല്ലാം ആ ഒരു മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ റിട്ടൺ വേർഡ്സ്, സ്പോക്കൺ വേർഡ്സ് ആൻഡ് നോൺ വെർബൽ ലാംഗ്വേജ് സെലക്ടഡ് ആർ പാരമൗണ്ട് ഇൻ എൻഷുറിംഗ് ദ റിസീവർ ഇന്റർപ്രറ്റ്സ് ദ മെസ്സേജ് ആസ് ഇന്റൻഡഡ് ബൈ ദ സെൻഡർ. സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ സെലക്ട് ചെയ്യുന്ന റിട്ടൺ വേർഡ്സ്, അതുപോലെ തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ്, ദാറ്റ് ഇസ് സ്പോക്കൺ വേർഡ്സ്, ആൻഡ് ഓൾസോ നോൺ വെർബൽ ലാംഗ്വേജ് ലൈക്ക് ജെസ്ചർ, പോസ്ചേഴ്സ്, ഐ കോണ്ടാക്ട്, നോഡിംഗ് ഓഫ് യുവർ ഹെഡ്, ഇതെല്ലാം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിസീവർ ആ ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. ഓൾ കമ്മ്യൂണിക്കേഷൻ ബിഗിൻസ് വിത്ത് ദ സെൻഡർ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും തുടങ്ങുന്നത് ആരാണ്? ഒരു സെൻഡർ ആണ്, ദ വൺ ഹു സെൻഡ്സ് ദ മെസ്സേജ്. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ആണ് മെസ്സേജ്. എന്താണ് മെസ്സേജ്? The message is the most important and intrinsic or natural element of all speech communication models. Messages can be sent both verbal or non-verbal. ഏതൊരു കമ്മ്യൂണിക്കേഷൻ മോഡൽ എടുത്തു കഴിഞ്ഞാലും അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സെൻറ്റ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ. നമുക്ക് ഒന്നെങ്കിലും മെസ്സേജ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് പറയുകയോ എഴുതുകയോ ചെയ്യാം, അതാണ് വെർബൽ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നോൺ വെർബലി മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ബൈ യൂസിങ് അവർ പോസ്ചേഴ്സ്, അവർ ജെസ്റ്റേഴ്സ്,
ഐ കോണ്ടാക്ട്, നമ്മൾ പല ആക്ഷൻസുകൾ കാണിക്കാറുണ്ട്. അതുപോലെ കണ്ണുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഒന്ന് നെറ്റി ചുളുക്കി സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഈ പറയുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ വരുന്നത്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത കമ്പോണന്റ് ആണ് മീഡിയം ഓർ ചാനൽ. To begin transmitting the message, the sender uses some kind of channel, also called a medium. സെൻഡർ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് റിസീവറിന്റെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയം അല്ലെങ്കിൽ ചാനൽ അത്യാവശ്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ദ മെസ്സേജ്. നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാനായിട്ടുള്ള ഒരു മീൻസ് ആണ് ഈ മീഡിയം അല്ലെങ്കിൽ ചാനൽ എന്ന് പറയുന്നത്. മോസ്റ്റ് ചാനൽ ആർ ഐദർ ഓറൽ ഓർ റിട്ടൺ, ബട്ട് കറന്റ്ലി വിഷ്വൽ ചാനൽസ് ആർ ബിക്കമിംഗ് മോർ കോമൺ ആസ് ടെക്നോളജി എക്സ്പാൻഡ്സ്. എപ്പോഴും ചാനൽസ് പൊതുവെ ഓറൽ ആയിരിക്കാം അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കാം. എന്നാൽ നമ്മുടെ ടെക്നോളജിയിൽ പുതിയ പുതിയ അഡ്വാൻസ്മെന്റ്സുകളും ഡെവലപ്മെന്റ്സുകളും വന്നതിന് ശേഷം നമുക്ക് വിഷ്വൽ ചാനൽസിലൂടെയും ഈസി ആയിട്ട് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇവിടെ വിഷ്വൽ ചാനൽസ് എന്ന് പറയുമ്പോൾ ഇമേജസ്, അതുപോലെ തന്നെ പിക്ചേഴ്സ്, മോഷൻ പിക്ചേഴ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് ഇമേജസ്, അതിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ മെസ്സേജസ് ലഭിക്കുന്നതാണ്. കോമൺ ചാനൽസ് ഇൻക്ലൂഡ് ദ ടെലിഫോൺ ആൻഡ് എ വെറൈറ്റി ഓഫ് റിട്ടൺ ഫോംസ് സച്ച് ആസ് മെമോസ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്. ഇവിടെ ടെലിഫോൺ എന്ന് പറയുന്നത് സ്പോക്കൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനലാണ്. എന്നാൽ മെമോസ്, ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ് ഇതൊക്കെ റിട്ടൺ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ അടുത്ത കമ്പോണന്റ് ആണ് റിസീവർ. The receiver is the individual or individuals to whom the message is directed. Receiver എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ a group of individuals ആകാം. അവർക്കാണ് നമ്മൾ ആ ഒരു മെസ്സേജ് അയക്കുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, they decode the encoded message. സെൻഡർ എൻകോഡ് ചെയ്ത് അയച്ച മെസ്സേജുകൾ ഡീകോഡ് ചെയ്യുന്നത് ആരാണ്? റിസീവർ ആണ്. ഓക്കെ, the extent to which the receiver or receivers comprehends the message will depend on a number of factors. How much the individual or individuals know about the topic, their receptivity to the message, and the relationship and trust that exists between sender and receiver. Receiver ഈ പറയുന്ന മെസ്സേജസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് കോംപ്രിഹെൻഡ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സുകൾ? എത്രമാത്രം റിസീവറിന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാം, എങ്ങനെയാണ്, ഏത് മീഡിയത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്, സിറ്റുവേഷനിലാണ് റിസീവർ ഈ ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, വായിക്കുന്നത്. അതുപോലെ തന്നെ സെൻഡർ ആൻഡ് റിസീവർ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റ്, ഇതിന്റെയൊക്കെ ബേസിസിലാണ് റിസീവർ കറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, all interpretations by the receiver are influenced by their experiences, attitudes, knowledge, skills, perceptions and culture. ഒരു റിസീവറിന്റെ എക്സ്പീരിയൻസുകൾ, ആറ്റിറ്റ്യൂഡ്സുകൾ, നോളജ്, സ്കിൽസ്, പെർസെപ്ഷൻസ് എന്ന് വെച്ചാൽ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ റിസീവറിന്റെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്, ഇതെല്ലാം മെസ്സേജസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, it is similar to the sender's relationship with encoding. ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സെൻഡറിന് എത്രമാത്രം എൻകോഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് ഒരു റിസീവറിന് ഡീകോഡിംഗ്. അപ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, സെൻഡർ ആണ് എപ്പോഴും എൻകോഡ് ചെയ്യുന്നത്, റിസീവർ ആണ് എപ്പോഴും ഡീകോഡ് ചെയ്യുന്നത്. അടുത്ത ഒരു കമ്പോണന്റ് ആണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഇസ് ദ ഫൈനൽ എലമെന്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഫൈനൽ എലമെന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. After receiving a message, the receiver responds in some way and signals that response to the sender. ഒരു മെസ്സേജ് സെൻഡറിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തതിന് ശേഷം റിസീവർ എന്ത് ചെയ്യുന്നു? തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, തിരിച്ച് സിഗ്നൽ ചെയ്യുന്നു തന്റെ റെസ്പോൺസ്. ഓക്കെ, ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ടേക്ക് മെനി ഫോംസ്. ഇറ്റ് മേ ടേക്ക് ദ ഫോം ഓഫ് എ സ്പോക്കൺ കൊമെന്റ്, എ ലോങ് സൈ, എ റിട്ടൺ മെസ്സേജ്, എ സ്മൈൽ ഓർ സം അതർ ആക്ഷൻ. ഈവൻ എ ലാക്ക് ഓഫ് റെസ്പോൺസ് ഇസ് എ ഫോം ഓഫ് റെസ്പോൺസ്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വാക്കാൽ പറയാം, അല്ലെങ്കിൽ ഒരു നെടുവീർപ്പോടെ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാം, തിരിച്ച് ഒരു റിട്ടൺ മെസ്സേജ് കൊടുക്കാം, വേണമെങ്കിൽ ചിരിക്കാം, അല്ലെങ്കിൽ എന്ത് ആക്ഷൻ വേണമെങ്കിലും റിസീവറിന് തിരിച്ച് സെൻഡറിന് കൊടുക്കാം. ഇനി റിസീവർ ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസും സെൻഡറിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ഒരു റെസ്പോൺസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഫീഡ്ബാക്ക് ഇസ് എ കീ കമ്പോണന്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ബിക്കോസ് ഇറ്റ് അലൗസ് ദ സെൻഡർ ടു ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ മെസ്സേജ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരു കീ
കമ്പോണന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് തന്നെയാണ്. കാരണം റിസീവറിന്റെ കയ്യിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ, ഒരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ തൻ്റെ കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് ആണ് ഇവിടെ സെൻഡറിന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫീഡ്ബാക്ക് അൾട്ടിമേറ്റ്ലി പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ സെൻഡർ ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് ടു ക്ലാരിഫൈ എ മിസ്അണ്ടർസ്റ്റുഡ് മെസ്സേജ്. അങ്ങനെ സെൻഡറിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, ഒരു ചാൻസ് കിട്ടുകയാണ്. എന്തിന്? കമ്മ്യൂണിക്കേഷനിൽ നടന്ന തൻ്റെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനായിട്ടും ക്ലാരിഫൈ ചെയ്യാനായിട്ടും ഉള്ളൊരു ചാൻസ് ആണ് ഈ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിസീവറിന്റെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മേജർ കമ്പോണൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? സെൻഡർ, മെസ്സേജ്, മീഡിയം ഓർ ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക്. ഇതൊരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ സെൻഡർ എന്ന് പറയുന്നത് ടീച്ചർ ആണ്. മെസ്സേജ് എന്ന് പറയുന്നത് ടീച്ചിങ് മെറ്റീരിയൽ, ടീച്ചിങ് നോട്ട്സ്. ഓക്കെ, മീഡിയം ഓർ ചാനൽ എന്ന് പറയുന്നത് ടീച്ചർ ഈ കോണ്ടന്റുകൾ ഡെലിവർ ചെയ്യുന്നത് ഏത് രീതിയിലാണ്, ഓക്കെ, ഏത് മീഡിയത്തിലൂടെയാണ്, ഏത് ചാനലിലൂടെയാണ്, സ്പോക്കൺ ആണോ, റിട്ടൺ ആണോ, ഇനി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണോ. ഓക്കെ, അതുപോലെ ഇവിടെ റിസീവർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ആണ്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സും കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സിന് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫസ്റ്റ് പോയിന്റ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ. എ കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ്. ഇറ്റ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ. വേർഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ. വാമൊഴി, അതുപോലെ തന്നെ വരമൊഴി. ഇനി നമുക്ക് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സ്പോക്കൺ വേർഡ്സ് ഓർ സൈൻ ലാംഗ്വേജ് ടു ഷെയർ ഇൻഫർമേഷൻ. Oral communication can either happen face to face or through other channels such as mobile phone, radio, video conferencing. Oral communication എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ് യൂസിങ് സ്പോക്കൺ വേർഡ്സ് ഓർ ഓറലി. അതുപോലെ തന്നെ അത് ഫേസ് ടു ഫേസ് ആകാം ആൻഡ് ഓൾസോ യൂസിങ് അതർ ചാനൽസ്, മൊബൈൽ ഫോണിലൂടെ, വീഡിയോ കോൺഫറൻസിംഗിലൂടെ, റേഡിയോ. ഇതെല്ലാം ഓറൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി എന്താണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് ഇൻക്ലൂഡ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ റൈറ്റിംഗ്, ടൈപ്പിംഗ് ഓർ പ്രിന്റിംഗ്. ഇറ്റ് ഈസ് ഡൺ ത്രൂ ചാനൽസ് സച്ച് ആസ് ലെറ്റേഴ്സ്, ടെക്സ്റ്റ് മെസ്സേജസ്, ഇമെയിൽസ്, സോഷ്യൽ മീഡിയ ആൻഡ് ബുക്സ്. നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നത് എന്താണ്? റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? സിൻസ് വി ആർ റൈറ്റിംഗ് ഓർ ടൈപ്പിംഗ് ഓർ പ്രിന്റിംഗ് ദ മെസ്സേജ്. അപ്പോൾ എല്ലാവർക്കും വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് മനസ്സിലായി കാണും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്, കാരണം എക്സാംസുകൾക്കൊക്കെ ഓൾമോസ്റ്റ് ചോദിച്ച ഒരു ഏരിയ തന്നെയാണിത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് പാസീവ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ യൂസ് ഓഫ് ജെസ്റ്റേഴ്സ്, ഐ കോൺടാക്ട്, സ്മൈൽ, tone of voice, body language, facial expressions to share your thoughts and feelings. You can even communicate non-verbally by the way you dress. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പോക്കൺ വേർഡ്സുകളോ അതുപോലെ തന്നെ റിട്ടൺ വേർഡ്സുകളോ ഒന്നും യൂസ് ചെയ്യാറില്ല. നോൺ വെർബലിയാണ് സംസാരിക്കുന്നത്. ജെസ്റ്റേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട്, പല ആക്ഷൻസുകൾ യൂസ് ചെയ്തുകൊണ്ട്, പോസ്ചേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഐ കോണ്ടാക്ട്, കണ്ണിലൂടെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു ചിരിയിൽ പലതും ഒളിച്ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടോൺ ഓഫ് വോയിസ്, അങ്ങനെ നമ്മൾ വോയിസ് കൊണ്ട് പല ടോൺസുകൾ ഉണ്ടാക്കാറുണ്ട്, സ്പെഷ്യലി ടീച്ചേഴ്സ്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഓരോ ഒക്കേഷനും ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സുകൾ. ഒരു മരണ വീട്ടിൽ നമ്മൾ ഒരിക്കലും സീക്വൻസുകൾ അതുപോലെ എറിച്ചു നിൽക്കുന്ന കളേഴ്സ് ഇട്ടുകൊണ്ട് പോകാറില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വട്ടാണെന്ന് എല്ലാവരും പറയത്തുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആരും പട്ടുസാരി ഉടുത്തോണ്ട് പോകാറില്ല. നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലുകൾ, ദ വേ വി ക്യാരി അവർസെൽസ്, എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയെല്ലാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നാണ്. അവിടെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഹിയർ certain rules, conventions and principles are to be followed while communicating messages. Example, interviews, seminar, presentations. ഇവിടെ ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? റൂൾസുകൾ, കൺവെൻഷൻസുകൾ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽസുകൾ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കാരണം നമ്മളൊരു ഫോർമൽ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
നമുക്ക് തോന്നിയ രീതിയിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ, നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ സെമിനാർ പ്രസന്റേഷൻ നടത്തുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഫോർമലിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയതാണ്. ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ? When communication takes place between two or more persons of the same level or position of same department or other department. രണ്ടോ രണ്ടിൽ കൂടുതലോ ആൾക്കാർ സംസാരിക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. IT മാനേജർ, സെയിൽസ് മാനേജർ, മെയിൻ്റനൻസ് മാനേജർ, ഇവരെല്ലാം മാനേജേഴ്സ് തന്നെയാണ്, പല ഡിപ്പാർട്ട്മെന്റിലുള്ളവരാണ്. അപ്പോൾ ഒരേ ലെവലിലുള്ള, ഒരേ പൊസിഷനിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുന്നതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ വന്നാലും കുഴപ്പമില്ല, വേറെ ഡിപ്പാർട്ട്മെന്റുകളിൽ വന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ പൊസിഷൻ അല്ലെങ്കിൽ ലെവൽ എന്ന് പറയുന്നത് ഒന്നായിരിക്കണം. ഓക്കെ, എന്താണ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ? Communication in which information is either transmitted from top to bottom or from bottom to the top in a structural hierarchy. ഒരു സ്ട്രക്ചറൽ ഹൈറാർക്കിയിൽ എപ്പോഴാണോ ഇൻഫർമേഷൻ ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലേക്കും അതുപോലെ തന്നെ ബോട്ടം ലെവലിൽ നിന്ന് ടോപ്പ് ലെവലിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിന്റെ കീഴിൽ വരുന്നതാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയർ റാങ്കിലുള്ള ആൾക്കാർ സബോർഡിനേറ്റ് റാങ്കിലുള്ള ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. പോളിസി സ്റ്റേറ്റ്മെന്റ്സ്, ജോബ് ഇൻസ്ട്രക്ഷൻ, ഒഫീഷ്യൽ മെമോസ്, ഇതെല്ലാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. ജോബ് ഇൻസ്ട്രക്ഷൻ ഒരു സുപ്പീരിയർ ഒരു സബോർഡിനേറ്റിന് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സുപ്പീരിയർ റാങ്കിലുള്ളവർ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ പോളിസി സ്റ്റേറ്റ്മെന്റ്സുകൾ സബോർഡിനേറ്റ്സിന് പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ഫ്രം സബോർഡിനേറ്റ് ടു ദ സുപ്പീരിയർ. സബോർഡിനേറ്റ് റാങ്കിലുള്ളവർ സുപ്പീരിയർ റാങ്കിലുള്ളവർക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യുമ്പോൾ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, റിപ്പോർട്ട് ടു സൂപ്പർവൈസേഴ്സ്, സജഷൻ ബോക്സസ് എക്സെട്ര. എന്തെങ്കിലും റിപ്പോർട്ട്സുകൾ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് അയക്കാറുണ്ട്. ഇനി എന്താണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള പല ലെവൽസിലുള്ള എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഇമെയിൽസ് മാനേജർ. ഇവിടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റ് റാങ്കുള്ള ഒരാളാണ്. മാനേജർ എന്ന് പറയുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പല ലെവൽസിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഡയഗണൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഈ പറയുന്ന ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കാറില്ലേ? ഉണ്ട്, സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഇമെയിൽസ് മാനേജേഴ്സ്, ഇവിടെ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ള ആള് സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്ക് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ അത് അപ്വേർഡ് കമ്മ്യൂണിക്കേഷന്റെയും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കാഷ്വൽ ആൻഡ് അൺഒഫീഷ്യൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ wherein the information is exchanged spontaneously between two or more persons without confirming the prescribed official rules, processes, systems, formalities. Other name grapevine communication. അപ്പോൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ, ഫാമിലീസ് തമ്മിൽ, റിലേറ്റീവ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ റൂൾസുകളോ റെഗുലേഷൻസുകളോ സിസ്റ്റംസോ പ്രോസസ്സുകളോ ഒന്നും യൂസ് ചെയ്യാറില്ല, ഒരു ഫോർമാലിറ്റീസും ഫോളോ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അൺഒഫീഷ്യൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും കൂടി ഓർക്കുക. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. One-way communication is linear and limited because it occurs in a straight line from sender to receiver and serves to inform, persuade or command. ഇവിടെ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ലീനിയർ ആയിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. കാരണം അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്, സെൻഡർ ടു റിസീവർ. ഇവിടെ റിസീവർ ടു സെൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ വരില്ല, മറിച്ച് അതൊരു ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് includes feedback from the receiver to the sender and lets the sender know the message has been received accurately.
ടു വേ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ലീനിയർ അല്ല, മറിച്ച് അവിടെ ഒരു ഫീഡ്ബാക്കിന് സ്പേസ് ഉണ്ട്. ഓക്കെ, എ ബിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബി തിരിച്ച് എയോട് റെസ്പോണ്ട് ചെയ്യുന്നു. എന്നാൽ വൺ വേ കമ്മ്യൂണിക്കേഷനിൽ എ ബിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബി തിരിച്ച് എയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.